ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇപ്പോൾ അർച്ചനയും രാജശ്രീ ഡോക്ടറും ഹർഷൻ ഡോക്ടർക്കും പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അവർ അന്വേഷിച്ച കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ വളരെ നിരാശയോടെ അവിടെ നിന്നും മടങ്ങുകയാണ് അർച്ചനയൊക്കെ. എന്നാൽ ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ സമൃദ്ധയുടെ ആ ഒരു ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് പേപ്പറിൽ. ഇസബെല്ല എന്ന സമൃദ്ധയെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ആ കുട്ടി ഇപ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ആ കുഞ്ഞിനാണെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ല. ആ കുട്ടി ഇപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് അർച്ചനയുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി സിമിത്തേരിയിലേക്കാണല്ലോ കൈ ചൂണ്ടുന്നത് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. എന്താ മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ ആ കുട്ടി അർച്ചനയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുകയാണ്. എന്താ മോളെ, കാര്യം പറ എന്നൊക്കെ പറഞ്ഞിട്ടോ ആ കുട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒന്നും തന്നെ പറയുന്നില്ല, കാരണം സംസാരിക്കാൻ ശേഷിയില്ലല്ലോ അതിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ അവർ ഡോക്ടേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടി അർച്ചനയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അങ്ങോട്ടേക്ക് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇസബെല്ലയുടെ കുഴിമാടത്തിൻ്റെ അരികിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ആരാ ഇത്, മോൾ എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്, കാര്യം പറയൂ എന്നൊക്കെ അർച്ചന ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. ആ കുട്ടി അപ്പോൾ ആംഗ്യ ഭാഷയിലൂടെ കാണിക്കുന്നുണ്ട് തനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന്. മോൾക്ക് സംസാരിക്കാൻ കഴിയില്ലേ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി ഊമയാണോ? ഇത് ഈ കുട്ടിയുടെ അമ്മയുടെ കുഴിമാടമായിരിക്കും എന്നൊക്കെ ഹർഷൻ ഇപ്പോൾ പറയുന്നുണ്ട്. അതിന് ആ കുട്ടി എന്തിനാ സമൃദ്ധി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ഡോക്ടർ രാജശ്രീ ചോദിക്കുന്നുണ്ട്. മോൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. മോൾ എന്താ ഉദ്ദേശിച്ചത്? ഇത് ആരുടെ കുഴിമാടമാണ്? മോളുടെ അമ്മയുടേതാണോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഒരു ആംഗ്യത്തിലൂടെ ആ കുഞ്ഞ് പറയുന്നുണ്ട്, ഇത് സമൃദ്ധിയുടെ കുഴിമാടമാണ്, നിങ്ങളല്ല സമൃദ്ധ എന്നൊക്കെ ഇങ്ങനെയാണ് കുട്ടി പറയുന്നത് ആംഗ്യഭാഷയിലൂടെ. എന്നാൽ അർച്ചനയ്ക്ക് ഇതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് വന്ന് മദർ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ മദർ നോക്കുന്നത് ഇവർ കാണുന്നില്ല. ആ കുട്ടി ആ കുഞ്ഞിൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ വീണ്ടും വീണ്ടും കുട്ടി ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ സമൃദ്ധിയെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് പരിചയമുള്ള ആരെയെങ്കിലുമായി തോന്നി കാണും എന്നൊക്കെ ഹർഷൻ പറയുന്നു. ഇനി ചിലപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ കുഴിമാടത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനെങ്ങാനും പറയുകയാണോ എന്ന് രാജശ്രീ ഇപ്പോൾ പറയുന്നുണ്ട്. ആണോ മോളെ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. സ്വന്തം അമ്മയുടെ ആത്മാവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ ആ കുഞ്ഞിന് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രാജശ്രീയും പറയുന്നുണ്ട്. മോളുടെ അമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന അവിടെ ആ സമൃദ്ധിയുടെ കുഴിമാടത്തിലൊരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ അർച്ചന പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, മോളുടെ അമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന അതും പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. ശേഷം ഇപ്പോൾ അർച്ചന വീട്ടിൽ വന്നിട്ട് വീണ്ടും ആ ഫയലുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. ഇതേ സമയം തന്നെ സച്ചിയെയും കാണിക്കുന്നുണ്ട്. സച്ചി മദ്യപിക്കുന്നുണ്ട്. അർച്ചനയുടെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ എടുത്തു വെച്ച് നോക്കി അതിൽ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാണ് മദ്യപിക്കുന്നത്. കൂടെ സച്ചിയുടെ ആ കൂട്ടുകാരനും ബിജുക്കുട്ടനുമുണ്ട്. അർച്ചനയാണെങ്കിൽ ആ ഫയലുകളൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ശോഭന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അർച്ചനയുടെ ഈ നിരാശ കണ്ട് ശോഭന സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അർച്ചന ഇപ്പോൾ രാജശ്രീയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ അരികിലേക്ക് ഇപ്പോൾ മൂർത്തി വന്നിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മൂർത്തി ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. മൂർത്തി ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ പേപ്പറിൽ തമിഴ് ദമ്പതികൾ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. മൂർത്തി ഇപ്പോൾ ആ മുരുകനെയും കനിമൊഴിയെയും കൊന്നിരിക്കുകയാണ്. ഇത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ അവന്തിക പറയുന്നുണ്ട്, കൊള്ളാം മൂർത്തി, പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ വാർത്ത തന്നെ ധനുഷു ഇപ്പോൾ പത്രത്തിൽ വായിക്കുകയാണ്. ഇത് കണ്ട് ധനുഷ് ഒന്ന് ഞെട്ടുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അനഘയും സ്നേഹയും അവിടേക്ക് വിളിക്കുന്നു. നീ ഈ വാർത്ത കണ്ടോ എന്ന് പറഞ്ഞ് ആ പത്രം എടുത്ത് കാണിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട് ധനുഷ്. എന്ത് വാർത്ത എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ അതെടുത്ത് നോക്കുന്നു. ഈ വാർത്ത കണ്ട് അനഘയും സ്നേഹയും ഞെട്ടി. നമ്മൾ അവരുടെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചതിന് പിന്നാലെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് ധനുഷ് പറയുന്നുണ്ട്. ഇത് വെറും ഒരു അപകടമായിരിക്കുമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. അവന്തികയെ നിനക്കറിയാഞ്ഞിട്ടാണ്. തലയ്ക്ക് ചുറ്റും 1000 കണ്ണുകളാണ്, അതിനേക്കാൾ ബുദ്ധിയും
അവൾക്കെതിരെ എന്ത് നീക്കമുണ്ടായാലും അവൾ അത് അന്വേഷിച്ച് മണത്തറിയും എന്ന് ധനുഷ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മരണത്തിൽ ചേച്ചിക്ക് പങ്കുണ്ടെന്നാണോ പറയുന്നത് എന്ന് അനഘ ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, 100% അവന്തികയ്ക്ക് ഇതിൽ പങ്കുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയതിനു ശേഷം ഇത് സംഭവിക്കില്ലല്ലോ. എന്തായാലും നമ്മൾ അവിടെ പോയത് കൃത്യമായിട്ടും അവർ അറിഞ്ഞു കാണും. ആ മുരുകനും കനിമൊഴിയും ഇനിയും ജീവിച്ചിരുന്നാൽ അത് അപകടമാണെന്ന് അവന്തികയ്ക്ക് നന്നായിട്ട് അറിയാം. തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും ഇത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം തന്നെയാണിത്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവന്തികയ്ക്ക് ഒളിക്കാൻ കാണും എന്നൊക്കെ ധനുഷ് ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താണ് അർത്ഥം എന്നിങ്ങനെ സ്നേഹ ചോദിക്കുന്നുണ്ട്. കോടതിയിൽ കേസ് അവൾക്കെതിരായാൽ ആ സ്വത്തുക്കൾ എഴുതി വെക്കാൻ മൈനറായ ഒരാളെ വേണം. ആ ചിന്തയിലായിരിക്കണം കുഞ്ഞിനെ ദത്തെടുത്തത്. ഇപ്പോൾ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടി നമ്മൾ കനിമൊഴിയുടെയും മുരുകൻ്റെയും അടുത്തേക്ക് എത്തിയപ്പോൾ അവരെ അവന്തികയൊക്കെ അങ്ങ് തീർത്തു എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട്, ഇതിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ജീവിക്കാൻ നിവർത്തിയില്ലാത്ത മുരുകനും കനിമൊഴിയും കൂടി വഴിയിൽ നിന്നും കിട്ടിയ ആ കുഞ്ഞിനെ വളർത്താൻ കഴിവില്ലാതെ അതിനെ ഓർഫനേജിൽ ഏൽപ്പിച്ചു. അവർക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ മരിച്ചുപോയ സ്വന്തം കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവന്തികയ്ക്ക് അവരെ അറിയായിരിക്കുമല്ലോ. അവർ ചിലപ്പോൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കും. നമ്മളിനി എന്തു ചെയ്യും? ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവാണ് മുരുകനും കനിമൊഴിയും. അതൊഴിവായി. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആ കുഞ്ഞിന് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ മഹാഭാവത്തിനൊക്കെ ഒരിക്കൽ അവർ കണക്ക് പറയേണ്ടി വരും. ദൈവത്തിൻ്റെ മുന്നിലായാലും ആരുടെ മുന്നിലായാലും എന്നൊക്കെ ഇങ്ങനെ അനഘ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ CI രാജീവിനെയാണ്. രാജീവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഈ ഒരു വാർത്ത കാണുന്നുണ്ട്. ഉടനെ തന്നെ അർച്ചന മിസ്സിംഗ് കേസിൻ്റെ ഫയൽ എടുക്കുകയാണ് രാജീവ്. പെട്ടെന്ന് തന്നെ രാജീവ് സച്ചിയെ വിളിക്കുന്നു. സച്ചി അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്ന് പറയുന്നുണ്ട്. എന്താ സാർ കാര്യം എന്ന് സച്ചി തിരക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, സച്ചിയുടെ ഭാര്യ അർച്ചന ഇപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ അർച്ചന ഇപ്പോൾ എവിടെയുണ്ട് സാർ, കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എല്ലാം വിശദമായി പറയാം. സച്ചി ഇവിടം വരെ ഒന്ന് വരൂ എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് സച്ചി പറയുന്നുണ്ട്. ശേഷം വീണ്ടും ഇപ്പോൾ സ്നേഹയെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മീരയെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും കൂടി. ആ സമയത്ത് അനഘ ഇപ്പോൾ അവിടേക്ക് ഒരു ന്യൂസ് പേപ്പറുമായി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ വൈറലായി, കളക്ടർ വന്ന് പഴങ്ങഞ്ഞി കുടിച്ച കടയെക്കുറിച്ച് പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അതിൽ നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. അങ്ങനെ ശാലിനി വന്ന് പഴങ്ങഞ്ഞി കുടിച്ചതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് കമല. അങ്ങനെ ഇപ്പോൾ അവരുടെ ഫോണിലേക്കൊക്കെ മെസ്സേജും കോളുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴങ്ങഞ്ഞിക്കടി എവിടെയാണെന്നറിയാൻ. അങ്ങനെ അവർ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.